ആശീർവദിക്കുന്ന ഈ ആചാര്യ ശ്രേഷ്ഠന്മാരെ ദൈവം ശക്തീകരിക്കുവാനും നടത്തുന്നതായിട്ടുള്ള വിവാഹ കുദാശയിലൂടെ പരിശുദ്ധാത്മാവിൽ ഈ മക്കൾ വന്നു ചേരുവാനും ഒരു പുതിയ കുടുംബം രൂപപ്പെടുവാനും ദൈവഹിതത്താൽ ഇവരേക ശരീരമായി തീരുവാനും മനുഷ്യ വേർതിരിക്കാത്തതായിട്ടുള്ള ഒരു അനുഭവത്തിൽ ഇവരുടെ ദാമ്പത്യബന്ധവും കുടുംബജീവിതവുമായി തീരുവാൻ തക്കവണ്ണം പ്രത്യേകമായി പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ സ്തുതി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. എന്റെ പാപങ്ങളെപ്പോഴും നേരെ ഇരിക്കുന്നു.
പ്രസവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ സൗഭാഗ്യത്തിനെ കളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്ണയാക്കണമേ, ഉറച്ച മതിലേക്കാൾ ഞാൻ വെണ്ണയാകും. നിന്റെ ആത്മ സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങൾ ഒക്കെ മായ്ച്ചുകളയണമേ. ദൈവമേ, സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള പുതുതാക്കണമേ. നിന്റെ തിരുമുഖത്തിനെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ നേടിക്കരുതേ. എന്നാലോ നിന്റെ ആത്മാവിനെ എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്കിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതത്തിന്റെ രക്ഷപ്പെടണമേ. എന്റെ നാവിനെ സ്തുതിക്കും. കർത്താവേ, എന്റെ ഹൃദയം തുറക്കണമേ. എന്റെ വായിന്റെ സ്തുതികൾ പാടും. എന്നാൽ ബലികളിൽ ഇതിന് മനസ്സായില്ല, ഹോമബലികളിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്വരയാനാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടദാസനോട് നന്മ ചെയ്യണമേ, പണിയണമേ. അപ്പോൾ നീതിബലികളും ഹോമബലികളും ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്റെ കാലം ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. പാർക്കുമോ സന്തോഷിപ്പിച്ചോ ഭക്ത കരുണ കരുണാമേ മശീഹ സന്തോഷം രക്ഷകനേ സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യുവാനുള്ള ഗുണമുള്ള ഐകമത്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ഓ
ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഇതിന് വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളും പുത്രിയായി മണവാട്ടിയും ഞാൻ സമ്പൂർണ്ണരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, അവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകൾ വന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും മരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാക്കണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ തലത്തിൽ വരെ അനുഗ്രഹിക്കുകയും ഈറന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന അസ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ വരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഇതിനു മുമ്പാണ് സന്നിധരായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രവാഹങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും ഇതിനു മുമ്പാണ് നിന്ന് ഇടപെടാതെ തന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പറക്കുമോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നാം പ്രാപിക്കുമാറാകട്ടെ. പരിപാവന സഭയെ വാനോത്രാതൻ കേട്ടൊരു നേരം ശീമോന്യോ ഹന്നാനെന്നിവരെ ആഹാരം ചെയ്തേവം വീടിൻ ഭരണം ശീമോനെ സുവിശേഷം യോഹൻ കൽപ്പി ചാൻവിനയേറിയിടും താഴ്വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. പാർക്കുമോ പരസ്പരം വിവാഹം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളങ്ങളുടെ മധ്യസ്ഥനായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസനെന്ന സുഹൃത്ത് നടപടികളാവുന്ന മധുരപരിമളം യേശുവിനെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരപരിതമല്ലാത്ത ഐക്യം ഇതിലുണ്ടാകുമാറാകണമേ. ആത്മാവിനും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുന്നവർക്ക് ശക്തി നൽകണമേ. ഇവ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തോടും സമർപ്പിക്കുമാറാകണമേ.
വിശുദ്ധ സ്നേഹന്മാരിൽ നിന്നെന്ന പോലെ ആചാരന്മാരുടെ കൈകളിൽ നിന്ന് അതിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോട് ഹൃദയ സന്തോഷത്തോടു കൂടി പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയറ്റുകയും ചെയ്യുമാറാകട്ടെ. ഓശോ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്നെ മെസ്സിയാമൂലം പൂർത്തീകരിച്ച ദൈവമായ പരസ്പരം ആവശ്യം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് നൽകുകയും പരിപാടിയായവരെ അലങ്കരിക്കുകയും വിനയത്താലവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും വിവേകാണെയും വിവാഹനിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാവുന്ന മോതിരങ്ങൾ കൊണ്ട് ദൈവം പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്നെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവം അനുസരിക്കും ഉദകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാനായി സ്നേഹാഗ്നിയോടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലയായ മനസാക്ഷിയെ നയിക്കുവാൻ ദൈവം സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യന്മാരുടെ കൈകളിൽ നിന്ന് ദൈവം അവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ കാത്തുകൊള്ളട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും ഭാവികളുമായ ദാസരാവുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാവുന്ന സമ്പാദ്യങ്ങൾക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിന് ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ നൽകണമേ. ഈ വിരുദ്ധനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയ സ്നേഹമായ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ഓ യേശു Be
സാധനികേതം ഞാൻ പോകി വിട്ടിടാം ഞാൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്രീമ പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവസാന സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും അവിടെ ഇരിക്കാം. വിവാഹോദാശയുടെ ഒന്നാമത്തെ ക്രമം മുദ്രമായുള്ള ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഈ മക്കൾക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മക്കൾക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് സന്ദേശം നൽകുവാനാണ് ഈ ഭദ്രാസനത്തിലെ സീനിയർ വൈദികനും ഈ ഡോഗാംഗവും കാക്കോയിൽ ഇടവകയുടെ സഹവികാരിയുമായിരിക്കുന്ന പതിനായ സി ജി ജോർജിനെ ക്ഷണിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയരായിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ, ഇന്ന് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം സഭയുടെ അനുവാദത്തിനായിട്ട് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്ന മാത്യൂസ് അന്മാർലി, ഈ 2 മക്കളുടെയും മാതാപിതാക്കളെ, ഈ മാതാപിതാക്കളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ഏവരുമേ, പരിശുദ്ധവും ദിവ്യമായ ഒരു കൂദാശയിൽ സംബന്ധിക്കാൻ തക്കവണ്ണം നാം ഈ ദേവാലയത്തിൽ ഒത്തുകൂടിയിരിക്കുന്നു. സന്തോഷത്തിൻ്റെ ഒരു കൂദാശ എന്ന് വേണമെങ്കിൽ പറയാം, വിവാഹ കൂദാശ. കാരണം പുതിയൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മക്കളെ മുൻപോട്ട് കൊണ്ടുവന്നവരും അവർക്ക് പ്രോത്സാഹനം നൽകുന്നവരായ മാതാപിതാക്കൾ മറ്റെല്ലാവരും ഇവരുടെ ഈ ജീവിതത്തിനെ കുറിച്ച് തീർച്ചയായിട്ടും സന്തോഷിക്കുന്നുണ്ടാകും. ചിലപ്പോഴും ഞങ്ങളുടെ അടുത്തൊക്കെ പല മാതാപിതാക്കളും കരയാറുണ്ട്. ആയിരുന്നില്ല, ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ മറക്കുന്നൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നു എന്നൊക്കെ അങ്ങനെ ഉണ്ടാകുന്നു എന്നൊരു അല്ല പറയുന്നത്. എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നതിന് ബഹുമാനിക്കുകയായിരിക്കണം. ഇപ്പോൾ അടുത്ത് കിരീടവാഴൻ്റെ ശുശ്രൂഷയിൽ ശ്രീക വായിക്കുന്ന ഒരു അവസരമുണ്ട്. അതിൽ പറയുന്നുണ്ട്, നിനക്ക് ദീർഘായുണ്ടാകുവാനായിട്ട് നിന്റെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക. ഇത് പ്രതിജ്ഞ ചെയ്യപ്പെട്ട കൽപ്പനയാണെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. നിനക്ക് ദീർഘായുണ്ടാകുവാനായിട്ട് നിന്റെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക. എൻ്റെ കുടുംബജീവിതം ധന്യമായി തീരണമെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതം അഭിവൃദ്ധിപ്പെടണമെങ്കിൽ, ദൈവികമായ അനുഭവത്തിൽ നിങ്ങൾക്ക് വളരുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും അവരെ കരുതുന്നവരുമായി തീരണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. കൂടുതൽ 2 മാതാപിതാക്കളാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. 2 പേരെയും കൂടുതൽ സ്നേഹിക്കുവാനും ബഹുമാനിക്കാനും ആദരിക്കുവാനും തക്കോണം നിങ്ങൾക്കിടയായി തീരണം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരും, ദൈവികമായ അനുഭവത്തിൽ ആയിത്തീരുമെന്നുള്ള യാതൊരു സംശയമില്ല. 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്നാമത്, നിങ്ങളുടെ കുടുംബജീവിതം പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കണം. കുടുംബജീവിതം ദൈവത്തിൽ അധിഷ്ഠിതമായിരിക്കണം. രണ്ടാമതായിട്ട് പ്രതിഫലമില്ലാത്ത സ്നേഹം നിങ്ങളെ കൂട്ടി ചേർത്തിരിക്കുന്നു, അത് മുറിപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ടാനായിട്ട് സാധിക്കണം. മൂന്നാമതായിട്ട് ക്ഷമയുടെ അനുഭവങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകണം. നാലാമതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനും ബഹുമാനിക്കുന്നവരും ആയിത്തീരണം. ഈ കൽപ്പനകളെല്ലാം പാലിക്കുവാനായിട്ട് ശ്രമിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കുടുംബജീവിതം അനുഗ്രഹത്തിൻ്റെതായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങളുടെ കുടുംബജീവിതം ദൈവികമായ അനുഭവത്തിൽ വളരുവാനും എല്ലാവിധമായ സർവ്വനന്മകളും കൊണ്ട് അഭിവൃദ്ധിപ്പെടുവാൻ തക്കോണം ദൈവം വരാൻ സംഗതിയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധമായ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ വന്നിരിക്കുന്ന ഇവിടെയുള്ള എല്ലാ വൈദികരുടെയും പേരിൽ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. വിവാഹദാശയുടെ
രണ്ടാമത്തെ ക്രമം കിരീടം പോയവൻ്റെ ശുശ്രൂഷ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന്റെ വിശുദ്ധ സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. Yeah.
അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയും പുകഴ്ചയും അനശ്വരമായ നല്ല ഗതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാനിടയിൽ യോഗ്യരായി വരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നതുമായ സ്വയംഭവവും മാലാഖമാർ തന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണിക്കുന്ന അനാദിന്ദാവചനവും തന്റെ ബഹുലമായ കരുണനിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയതോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്നാദ്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹവും തന്നോട് സമർപ്പിക്കുകയും ചെയ്ത ഭവനത്തിനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധനയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികളുടെ കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടു ബന്ധിക്കപ്പെടുന്ന സുഹൃതവും ലളിതമായിരിക്കുന്നവനും തന്റെ ഉള്ളവത്തിന് മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകലവിധാളുകളും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളായി ശോഭിക്കുന്ന അടികളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയ്ക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്നുറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമാന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയിൽ പ്രവചിച്ച് ചന്ദ്രപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവന്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ നിന്റെ ദയയാലും നിസാരന്മാരായ നിന്റെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മുൻപേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിളക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരുടെ പ്രതികാരം നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദർശനങ്ങളും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായ സിദ്ധമായ നിന്റെ ദാസനെയും പ്രത്യേകിച്ച് ഇവിടെ സ്വർഗരാജിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശിരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങൾ ഏർപ്പെട്ട ലാഭമുണ്ടാക്കുന്നതുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധിയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാധാരണ രക്ഷപ്പെടുവാനൊക്കെ വേണം. ഇവിടെ ഹൃദയങ്ങളെ സംയോജിച്ചുകൊള്ളണമേ. ഞങ്ങളെയും നിന്റെ ആത്മീയ മുദ്രതോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും നിഷ്ഠതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ സുദർശനും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നതും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കൽപ്പത്തെ പ്രതിപ്പെടുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മനുഷ്യരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജനവരെ ആദരിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രതിയുള്ളവനുമാകുമല്ലോ. നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. പാർക്കണോ ഹോശോ വകുൽ സുബാൻ
ശലോമോൻ വിമല സഭേ നിന്നെ ലാളിപ്പൂ നിന്നതരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം കുസുമസമം സഭയെ സകലവിധം സുമുഖി നീ കരത്തിടാത്തോടും ശ്രീമായി വന്നിപ്പതിനാൽ രാജാവമശിഹ ഹാലേലുയ്യ കാക്കുന്നു നിന്നെ പാർക്കുമോ സ്ത്രീകളെ നമ്മുടെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ സഭയുടെ തലയിൽ ശരീരത്തിന്റെ രക്ഷിതാവുമാകാൻ ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ നിശ്ചയായിരിക്കുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ നിശ്ചയാസിന്റെ സഭയെ സ്നേഹിക്കുകയും അവിടെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഭർത്താക്കന്മാരെ നിശ്ചയാസിന്റെ സഭയെ സ്നേഹിക്കുകയും അവിടെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് വേണ്ടി ജലം കൊണ്ട് കഴുകുകയും അതിനെത്താൽ വെണ്ണയുള്ളതാക്കി. ഇത് അവിടെ കറയോ ചുളിവോ മറ്റ് കുറവുകളോ ഇല്ലാത്ത
പാപരഹിതയും പരിശുദ്ധവുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാര്യത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരെ ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നത് പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിക്കും. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടെ പ്രഥമ കൽപ്പനയാകുന്നു. നമ്മുടെ ഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുവിന്റെ ദൈവത്തിന്റെ ജീവനുള്ള ജന്മ അറിയിപ്പിനെ നാം കേൾക്കണം. എവൻഗേലിയോൻ വായിക്കുന്ന സമയം എല്ലാവരും ദേവാലയത്തിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരും. ജനസമൂഹങ്ങൾ യേശുവിനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷിച്ചുകൊണ്ട് പ്രീശന്മാരെടുത്തിയെന്ന ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യം സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് മനുഷ്യൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശുവിനോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരകുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്.
ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നതും ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. സ്നേഹന്മാർ യേശുവിനോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരെയും വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചരുൾ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. രചിതം
നമ്മേരെ
മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാള യഥാർത്ഥമായ നിങ്ങളുടെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹായുടെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുടെ വലുതലിൽ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിലും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനബോധം നിങ്ങളോട് കൂടിയിരുന്ന് ആകൽക്കംസായുടെ വഞ്ചനയിൽ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച പെരുകി ഭൂമിയിൽ നിറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പരിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിൽ പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിൽ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുക. അപ്പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്ത് കണ്ണനിയെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയതും പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെ നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധവും സഹായിക്കും സ്തുതി കരയേറ്റാം. ഹോശോ ടുക കുളിർ തന്നൽ
പ്രസാദിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെയും ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള എവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പാകെയാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങൾക്കുമിടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും സിംഹാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജന്യയുമായ പരിശുദ്ധ കന്യകമർത്തമറിയാകട്ടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. പറക്കുമാർ വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുവനും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും താല്പര്യത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു.
ആമീൻ ബാറക്കുമോർ സോമകാരസ്പ്രിയനായിസോ സ്തുതിയുടെ രാജമകൾ ഫലമായ രാജഭാവിനിയോ നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയായോ ഹാലേലൂയാ ജനമോർഗായ പിതൃഗണവും പാടുമോ മൻമോരം വാദാമൽമോരം പൽമീനാമീ നിരുദിച്ചോരേകസുതൻ തൃക്കരണങ്ങളിൽ അണിവാന്തൻ പക്കലപേക്ഷണം സ്തൗമൻകാലോ കുറിയേലായിസോ വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾ കാൽവാവിനു കോട്ട പാലിക്കുമോ ദൈവപ്രസവിത്രീ കന്യകമറിയാമി ഉയരും നോയാറിൽ സുഖപരിമളരൂപം ഉയരോനാകെ പുഷ്ടികളും പാറയ്ക്കുമോ മൻമോലം വാദാമൽമോലം പൽമീനാമീ ഉന്മേലും നിന്നോർമ്മ ഉദരണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനിച്ചോർന്നായി സ്തോമൻകാലോ സ്തുതിയേലായിസോ ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹലേർക്കും പുനരുദ്ധാനദീനെ പാർക്കുമോ മസിഹായെ കാണാൻ കാക്ഷിച്ചൊരു സഹലെ വാണാച്ചിറകുകൾ പൂണ്ടുന്നത പാദമേറി മുറിയോറാകെ പ്രാർത്ഥിപ്പിൻ കർത്താവോട് അടികളെയും തൻ കോപത്തിൻ വടികളെയുമായി ചീടാൻ ഭൂമിയിൽ സൃഷ്ടിച്ചേർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ വിവാഹോദാശയെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവായിട്ട് പിടിപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വാങ്ങിപ്പോലെയും ആശ്വസിപ്പിക്കുകയും പിടിപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധനുമായുള്ളവേ, കുറ്റമുള്ളതും ബലഹീനവും ആടിയാരുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേട്ട് അംഗീകരിക്കുമാറാകണമേ. ദൈവനാമം പുറപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, മാത്യൂസിൻ്റെയും മകളുടെയും വിവാഹ ഉദാശം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ രണ്ട് മക്കൾക്കും പുതുവാടി സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ എല്ലാം നേരുന്നു. അനുഗ്രഹീതമായ ദാമ്പത്യബന്ധവും കുടുംബജീവനം നയിക്കുവാൻ ദൈവം ഇവരെ സഹായിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നു. ഇതിനകം തന്നെ നിങ്ങൾക്ക് അനേക സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. പക്ഷേ സഭ നൽകുന്ന അമൂല്യമായ സമ്മാനം വിശുദ്ധ സത്യ വേദപുസ്തകം ബഹുമാനപ്പെട്ട വന്ദിനായ സിജി ജോർജ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ വിവാഹശേഷം ആദ്യമായി ലഭിക്കുന്ന സമ്മാനമാണ്. ഇത് ഏറ്റവും വിലയേറിയ സമ്മാനമാണ്.
ഇന്നലെ കിട്ടിയതോ ഞാൻ കിട്ടിയോ ഇനി കിട്ടാനുള്ളതോ അതിനൊക്കെ ഏറ്റവും മൂല്യമുള്ള സമ്മാനമാണ് സഭ നിങ്ങൾക്ക് തരുന്നത്. ഇത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് ദൈവത്തെ വിളിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏത് സമയത്തും ഇത് എടുക്കുക, വായിക്കുക, ആത്മസംതൃപ്തി നേടുക. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വധുവരന്മാർ വിവാഹരഹസ്യം ചോദിക്കുന്നതാണ്. വധുവിൻ്റെയും വരൻ്റെയും ഭാഗത്തുനിന്ന് സാക്ഷികളും മുന്നോട്ട് കടന്നു വരേണ്ടതാണ്. ഒരു നിമിഷം എല്ലാവർക്കും നന്ദി പറയുവാനായിട്ട് ഈ സമയം എടുക്കുകയാണ്. മാത്യൂസിൻ്റെയും വരൻ്റെയും വിവാഹ കുദാശ ആശീർവദിച്ചത് ഇടവകയുടെ വൻവികാരി മൈക്കാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായി ഇപ്പോൾ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട വിവേചനാണ്. അച്ഛൻ ഈ കുടുംബവുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാഹ കൂദാശ ആശീർവദിക്കാനായിട്ട് കടന്നു വന്നത്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് കുടുംബത്തിൻ്റെ പേരിലും ഇടവയ്ക്ക് വേണ്ടിയും അറിയിക്കുന്നു. ഈ മക്കൾക്ക് നല്ല ഒരു വിവാഹ സന്ദേശം നൽകുകയും ഈ വിവാഹ കൂദാശ സഹകാർമ്മിത്വം വഹിക്കുകയും ചെയ്ത ഇടവകയിലെ അംഗവും കാക്കവയൽ ഇടവകയുടെ സഹവികാരിയുമായിരിക്കുന്ന വന്ധ്യനായ സി ജോർജിനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ ഇടവകയുടെ വികാരിയും ഇടവകയുടെ അംഗവും തലശ്ശേരി ഇടവകയുടെ വികാരിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ വർഗീസ് ജോർജൻ വിവാഹ ശുശ്രൂഷയിൽ സഹകാർമ്മികനായിരുന്നല്ലോ. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് കുടുംബത്തിന് വേണ്ടി ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട പോൾ ജി കെ ജോണച്ചൻ അച്ഛൻ കോഴിക്കോട് കത്തീഡ്രൽ പള്ളിയിലായിരുന്നു ഇന്ന് വിശുദ്ധ ബലി അർപ്പിച്ചത്. അതുകൊണ്ട് അച്ഛൻ ഇവിടെ എത്താൻ അർത്ഥമായി. അച്ഛൻ ഈ ഇടവകയുടെ മുൻവികാരിയാണ്. കാക്കവയൽ സെന്റ് ഗ്രിഗോറിയസ് ഇടവകയുടെ വികാരിയായി ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. കടന്നു വന്ന സഹകാർമ്മിത്വം വഹിച്ച ബഹുമാനപ്പെട്ട പോൾ ജി അച്ഛനോടുള്ള നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ശുശ്രൂഷയിൽ വൈദികരെ ശുശ്രൂഷിച്ച് സഹായിച്ച ശുശ്രൂഷകർ ബഹുമാനപ്പെട്ട മനു എലിയാസ് അവർക്കുള്ള നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ ഗീതങ്ങൾ ആലപിച്ച ധന്യമാക്കിയ മൈക്കാവ് ഇടവകയിലെ ഗായക സംഘത്തോടുള്ള നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വരൻ്റെയും വധുവിൻ്റെയും വീട്ടുകാരുടെ ക്ഷണം സ്വീകരിച്ച ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന നിങ്ങളെല്ലാവരോടും ഉള്ള സന്തോഷവും നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. യാതൊരു പ്രയാസവും കൂടാതെ ഈ ശുശ്രൂഷയുടെ ഫോട്ടോകളും അതുപോലെ വീഡിയോകളൊക്കെ കവർ ചെയ്ത ഫോട്ടോഗ്രാഫർമാരോടും വീഡിയോഗ്രാഫർമാരോടുമുള്ള സന്തോഷവും നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അല്പമായോ അധികമായോ ശുശ്രൂഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും സംബന്ധിക്കുകയും കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തുടർന്ന് ഈ മക്കൾ വരൻ്റെ ഭവനത്തിൽ കയറി അവിടെ റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ കൈകപ്പോയി നോളജ് സിറ്റിയിലുള്ള ഓഡിറ്റോറിയത്തിലാണ്. വൈകിട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്ന 6:30 തുടർന്നുള്ള കാര്യങ്ങൾ അറിയിച്ചതനുസരിച്ച് നടക്കുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള സന്തോഷവും നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി മക്കൾക്ക് എല്ലാ വിവാഹ മംഗളാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വധൂവരന്മാർ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നു. 2 സാക്ഷികൾ അവരുടെ ഭാഗത്ത് മുന്നോട്ട് വന്ന് ഒപ്പുവയ്ക്കുന്നതാണ്.
സ്വർഗം തുറക്കുന്ന സമയം ആദി അന്ന് ദൈവമൊരുക്കിയ ഇടയും തുണയും നീ ആദി അന്ന് ദൈവമൊരുക്കിയ ഇടയും തുണയും നീ പുതിയൊരു പുലരിക പുതിയൊരു സ്നേഹവിതാ നവദമ്പതിമാരെ പാടുകമരുളുന്നു നന്മകളേകുന്നു കുടുംബമെന്നൊരു സ്വപ്നം ദൈവത്തിൻ്റെ ദാനം തിരുവചന പ്രവഹിക്കുകണമേ വരമഴയായെന്നും നിറയണമേ കുടുംബമെന്നൊരു സ്വപ്നം ദൈവത്തിൻ്റെ ദാനം തിരുവചന വരമഴയായെന്നും തിരയണമേ നവദമ്പതിമാരെ പാടുകമരുളുന്നു നന്മകളേകുന്നു നന്മകളേകുന്നു ആദി അന്ന് ദൈവമൊരുക്കിയ ഇടയും തുണയും നീ ആദി അന്ന് ദൈവമൊരുക്കിയ ഇടയും തുണയും നീ പുതിയൊരു പുലരിക പുതിയൊരു സ്നേഹവിതാ പുതിയൊരു സ്നേഹവിതാ പാടുകമരുളുന്നു നന്മകളേകുന്നു